ഇത് ഒരു ആനത്താമരക്കുളമായിരുന്നു. ഇതിന് ചാരെ ഈ പനമരത്തിൻ്റെ ഇലത്തണ്ട് ശ്രദ്ധിച്ച് നോക്കിയേ. ഫോക്സ് ടെയിൽ പാം ട്രീ ആണിത്. ഒരു എണ്ണപ്പന വർഗത്തിൽപ്പെട്ട പന. നയനാനന്ദകരം, ചുവന്ന് പഴുത്ത് കുലച്ച് മൂത്ത് നിൽക്കുന്ന ഫോക്സ് ടെയിൽ പാം ട്രീ കുറുക്കൻ്റെ വാലിൻ്റെ ആകൃതിയുള്ള ഒരിനം പന. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, പറയാറുമുണ്ട്. എന്നാൽ ഇവിടുത്തെ മുറ്റത്തെ മുല്ലയ്ക്കും മണമുണ്ട് എന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ ചെന്നെത്തുന്നത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനെ പറ്റിയായിരിക്കും. എന്നാൽ അതുക്കും മേലെ നമ്മുടെയെല്ലാം അഭിമാനമായിട്ടുള്ള ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെ ഒന്നാം നമ്പർ സസ്യജാല കലവറയാണ് ഈ 44 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നത്. നോക്കിയേ, അതിമനോഹരമാണ്. കോഴിക്കോട് മാനാഞ്ചിറ SBI സ്റ്റോപ്പിൽ നിന്നും പന്തീരങ്കാവ് ഒളവണ്ണ ഭാഗത്തേക്ക് ബസ് കയറിയാൽ ഇതാ 9/2/2008 ബഹുമാന്യനായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത സസ്യജാല കലവറ, നിധി കുംഭം എന്ന് വേണമെങ്കിൽ പറയാം. പന്തീരങ്കാവ് ഒളവണ്ണ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി പൊൻകുന്നം സ്റ്റോപ്പിലേക്ക് 15 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുക. മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ ഏവരെയും കാത്തിരിക്കുന്നുണ്ട്. ഏകദേശം സ്മൈൽ യുവർ ഓൺ ക്യാമറ, പുഞ്ചിരിച്ചോളൂ. പുഞ്ചിരിച്ച് നമ്മുടെ ജീവിതം ആസ്വാദകരമാകട്ടെ. ഇവിടെ പുഞ്ചിരി തൂകി നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പിങ്ക് നിറത്തിലുള്ള 5 ഇതൾ പൂക്കൾ. ഇവിടെ ഒരു അരണ മരം ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീഡിയോ ക്യാമറ കൊണ്ടുപോകുന്നില്ല, അപ്പോൾ അത്രയും ഉയരമുള്ളതാണ്. ഇവിടെ മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് കൂടുതൽ പൂക്കളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നാണ് ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇന്ന് എന്ന് പറഞ്ഞാൽ 19/6/2026 നമ്മുടെ വായനാ ദിനത്തിൽ തന്നെ, ആ സുദിനത്തിൽ തന്നെയാണ് ഈ സുദിന കാഴ്ചകൾ കാണാനായി പുറപ്പെട്ടിട്ടുള്ളത്. ഒരു ഊട്ടിയിലെ ലുക്കില്ലേ, നോക്കിയ മരങ്ങൾ, സിൽവർ ട്രീസ് പോലുള്ള വളരെ ആകർഷകമായ ചെടികൾ ഇതാ ഇവിടെ. തീ നാളങ്ങൾ പോലെ ഉണ്ട് അല്ലേ? ഇങ്ങനെ തീ ഇങ്ങനെ ആളിക്കത്തുന്നതെന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. വളരെ മനോഹരമായിട്ടുള്ള വിദേശികളും അതുപോലെ തന്നെ സ്വദേശികളുമായ 10,000-ഓളം സസ്യ സ്പീഷീസുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കമുങ്ങിൻ തൈ ആണോ അതോ കമുങ്ങിൻ തോട്ടം പോലെ, പക്ഷേ അടക്ക ഇല്ല. നോക്കൂ, അതും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇടതൂർന്ന് നിൽക്കുന്നു. അവയുടെ തടി നോക്കിയേ, വളഞ്ഞും പുളഞ്ഞും ഒക്കെ ഒരു പാമ്പിനെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ട പാം ട്രീ തന്നെയാണ്.
എണ്ണപ്പന ഇവിടെ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്, എഴുതി സൂചകങ്ങൾ നൽകിയിട്ടുണ്ട്. ഏത് ഭാഗത്തേക്കാണ് താല്പര്യം അത് പോയി കാണാം. ഇവിടെ ഇതാ നമ്മുടെ ലില്ലിച്ചെടി പോലെ മനോഹരമായിട്ടുള്ള, നോക്കൂ അതിൻ്റെ പൂവ് 6 വാലുകളെന്നോ കൈകളെന്നോ കാലുകളെന്നോ എന്ത് വേണമെങ്കിലും പറയാം. നോക്കൂ, മനോഹരമായ വെളുപ്പ് കലർന്ന പച്ചപ്പിൽ പശ്ചാത്തലം ഒരുക്കി. എന്താണോ ഭംഗി! പച്ചയിൽ വെളുപ്പ്, നല്ല കോമ്പിനേഷൻ. നീയും സുന്ദരിയാണ് കേട്ടോ. നോക്കൂ നോക്കൂ, മഞ്ഞൾ ചെടി ഇതുപോലുള്ള പൂക്കളുണ്ടാകും. നല്ല ഭംഗിയുള്ള, ഒരുപക്ഷെ നിങ്ങളെ വീട്ടിലെല്ലാം കാണും, എന്നാൽ ഇവിടെ കൂട്ടമായി കാണുമ്പോൾ അതിനൊരു പ്രത്യേകത തന്നെയാണ്. ദ ഗാർഡൻ കഫേ. പക്ഷേ ഭക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്താലേ കിട്ടൂ. സ്റ്റാഫിനുള്ള ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കുക. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാം. നോക്കി, ഈ പന്നൽ ചെടിയുടെ ഒരു സൗന്ദര്യം നമ്മുടെ വീട്ടിലും തൊടിയിലൊക്കെ കാണാം. പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറില്ല. അതാ ഒരു മൂടൽ മഞ്ഞ് പോലെ ഈ ക്യാൻറ്റീനിൽ നിന്നും പുക ഉയരുന്നുണ്ട്. നല്ല ആഹാര രുചിഭേദങ്ങളുടെ ഒരു വാസനയുണ്ട് കേട്ടോ പുറത്തേക്ക്. മഞ്ഞ നിറത്തിലുള്ള മുളം കാടുകൾ വളരെ മനോഹരമാണ്.